കണ്ണൂർ മട്ടന്നൂരിൽ വീണ്ടും CPM ആക്രമണം. BJP ബൂത്ത് ഏജന്റ് റിജീഷിന്റെ വീടിന് നേരെ കല്ലേറ്. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വിരളമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് CPMന്റെ ഭാഗത്ത് നിന്ന് കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം അഴിച്ചുവിട്ടത്, പ്രത്യേകിച്ച് ഈ മട്ടന്നൂർ ഭാഗങ്ങളിലടക്കം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങളും. KP തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂർ ജില്ലയിൽ CPM വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂർ മാലൂരിൽ മാത്രം ഏതാണ്ട് 3 പേർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ അക്രമം ഉണ്ടായത്. 3 പേരും BJPയുടെ ബൂത്ത് ഏജന്റുമാരാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മട്ടന്നൂർ മാലൂരിലെ ബൂത്ത് ഏജന്റായ റിജീഷിന്റെ വീടിന് നേരെ CPMന്റെ അക്രമം ഉണ്ടായത്. വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഭാര്യയും മക്കളുമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരമൊരു കല്ലേറ് ഉണ്ടായത്. ഈ കല്ലേറിൽ വീടിൻ്റെ ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പയ്യന്നൂർ മേഖലയിലും സമാനമായ രീതിയിൽ CPM അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ പുരുഷോത്തമൻ്റെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാറ് കത്തിക്കാനുള്ള ശ്രമം നടക്കുകയും വീടിൻ്റെ ജനൽ ചില്ലുകളൊക്കെ തന്നെ പൂർണ്ണമായും അടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ന് പുലർച്ചെ കണ്ണൂർ മയ്യിലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടിച്ച് തകർത്തിരിക്കുന്നത്. മയ്യിൽ ടൗണിലെ കോൺഗ്രസ് ഓഫീസായ ഗാന്ധി ഭവനാണ് തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടന്നത്. അക്രമത്തിന് പിന്നിൽ CPM ആണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മാത്രമല്ല, പലയിടത്തും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതിന് ഇത്തവണയും മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ സംഭവങ്ങളും പുറത്തു വരുന്നതിലൂടെ. അത്തരം സംഭവങ്ങൾ, അതിക്രമങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ വിഭിന്നമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ